ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഞാൻ ഈ യൂട്യൂബ് എന്ന സംരംഭം തുടങ്ങാൻ കാരണം ഇത് സ്ക്രിപ്റ്റഡ് ഒന്നുമല്ല. എനിക്ക് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു. എനിക്ക് വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സുകളും ഈ നാക്കിൽ കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ട് കുറച്ചധികം മെഡിക്കേഷൻസ് കഴിക്കുന്നതുകൊണ്ട് വരുന്ന ഒരു ബ്ലിസ്റ്ററാണ്. അപ്പോൾ കുറച്ചൊരു ക്ലാരിറ്റി കുറവുണ്ടാവും. എന്നാലും ഇത് വളരെ അത്യാവശ്യമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഞാൻ ഈ യൂട്യൂബ് തുടങ്ങാൻ കാരണം ഞാൻ തുടങ്ങുന്ന സമയത്ത് 1-2 സീരിയൽ ആക്ട്രസ്സുകൾ സൂയിസൈഡ് ചെയ്തിരുന്നു. അപ്പോൾ അവരുടെ 2-3 കുട്ടികൾ അനാഥരായി ഉണ്ടായിരുന്നു. അപ്പം ഈ കുട്ടികൾ നമ്മുടെ മുന്നോട്ട് നയിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ചപ്പോൾ ഏകദേശം ഒരു 13 വർഷമായിട്ട് ഒരു സിംഗിൾ സ്റ്റാറ്റസിൽ പോകുന്ന ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ ഒരു ബലം കൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോയത്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എനിക്കുണ്ടാകാത്ത കുറേ സപ്പോർട്ട് സിസ്റ്റം ഈ 2 പെൺകുട്ടികൾക്കും ഉണ്ടായിരുന്നു. ഇറ്റ്സ് ലൈക്ക് മൈ സപ്പോർട്ട് സിസ്റ്റം ഈസ് ലൈക്ക് 78 ഇയേഴ്സായ ഫാദറും എൻ്റെ 14 വയസ്സുള്ള കുഞ്ഞുമാണ്. ഈ 2 സപ്പോർട്ടേഴ്സാണ് എന്നെ ഇത്രയും കാലം കടന്നു പോകാൻ സഹായിച്ചത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ നോക്കുമ്പോൾ ഈ 2 സീരിയൽ ആക്ട്രസ്സുകൾക്കും ഒരു നല്ലൊരു സപ്പോർട്ട് സിസ്റ്റമുണ്ട്. ഇതിനിടയിൽ കൂടി ഞാനൊന്ന് പറഞ്ഞോട്ടെ. നമ്മളെ ദുർബലരാക്കുന്ന ഒരു പ്രത്യേക നിമിഷത്തിലാണ് നമ്മൾ ഈ സൂയിസൈഡിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ അവരവരുടെ വേദനകൾ അവരവർക്ക് വലുതാണ്. അപ്പം എൻ്റെ വേദന എനിക്ക് വലുത്. അപ്പം ഞാൻ അവരുടെ വേദനകളെ കുറിച്ച് കാണിക്കുകയല്ല, പക്ഷേ അവർക്ക് മുന്നോട്ട് ജീവിച്ച് പോകാമായിരുന്നില്ലേ ഈ കുഞ്ഞുങ്ങളെ ഓർത്ത്. അപ്പോൾ അതിനു വേണ്ടി നമുക്കെന്താ ചെയ്യാൻ പറ്റുക എന്ന് ഞാൻ ആലോചിച്ചു. പിന്നെ എന്നെ ചിന്തിപ്പിച്ചത്, ഞങ്ങളുടെ നാട്ടിൽ ഒരു തയ്യൽ മാമനുണ്ടായിരുന്നു. ഞങ്ങൾ കുഞ്ഞിലേ അങ്ങനെയാണ് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു അസുഖം വന്നതുകൊണ്ട് മാത്രം ആ മരണവും അത്ര നല്ലതല്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ മരിക്കാൻ പോകുന്നവരെ ഞാൻ ആ സ്റ്റേജിലൂടെ പലവട്ടം കടന്നുപോയ ഒരാളാണ്. എന്നെ സഹായിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ജീവിച്ച് പോകാൻ വേണ്ടിയിട്ട്. അതായത് ഒരു സിംഗിൾ മദറാണ്, ഒരു 6-7 അസുഖങ്ങളുണ്ട്, പിന്നെ ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ഉണ്ട്, ബാങ്കുകാരോട് നമുക്ക് ആൻസർ ചെയ്യേണ്ടി വരുന്നുണ്ട്. പിന്നെ എല്ലാ ഡിവോഴ്സീസിനും സിംഗിൾ മദേഴ്സിനും ഫേസ് ചെയ്യുന്ന നമ്മളെ കുടുംബക്കാരെ നമ്മളെ ഒറ്റപ്പെടുത്തും. ഈ സിംഗിളായിട്ട് ജീവിക്കുന്നവർ എന്തോ വലിയ തെറ്റ് ചെയ്തവർ എന്നതാണ് പണ്ട് തൊട്ടേ ഉള്ളൊരു ഇത്. അപ്പം അതിൻ്റേതായ നമ്മൾ ഒറ്റപ്പെട്ടു പോകും. അപ്പം ഈ സ്ട്രഗിൾസൊക്കെ ഞാൻ ഒറ്റയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്ത് ജീവിച്ചു പോകുന്നുണ്ട്. ഇതിനിടയിൽ ഈ സ്കോളിയോസിസ് എന്ന് പറഞ്ഞൊരു അസുഖം, അത് മറ്റുള്ളവരെ പറഞ്ഞ് ബോധിപ്പിക്കാൻ പെടുന്ന ബുദ്ധിമുട്ട്. ഈ സ്കോളിയോസിസ് എന്ന് പറഞ്ഞാൽ നട്ടെല്ല് വളഞ്ഞു പോകുന്നൊരവസ്ഥയാണ്. നേരെ നട്ടെല്ലുള്ളവർ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം ഒരു ദിവസം നടുവേദന വരാറുണ്ട്? അപ്പോൾ S ഷേപ്പിലിരിക്കുന്ന എൻ്റെ നട്ടെല്ല്, ഈ നട്ടെല്ലുമായിട്ട് ഏകദേശം കഴിഞ്ഞൊരു 3 വർഷം ഒരു 15 ഐ തിങ്ക് 15 എംപ്ലോയേഴ്സിനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വന്നിട്ടുണ്ട്. ദിസ് ഈസ് മൈ പ്രോബ്ലം. ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. ബിക്കോസ് ഒരു 2 അവേഴ്സിൽ കൂടുതൽ എനിക്ക് സ്റ്റാൻഡിങ് സിറ്റിങ് പോസിബിൾ അല്ല. അപ്പോൾ ഇരിക്കണം. അപ്പോൾ ഈ ഒരു അസുഖം, പക്ഷെ എനിക്ക് അന്നത്തെ അന്നത്തിന് ഈ ജോലി ചെയ്തുണ്ടാക്കിയേ പറ്റുള്ളൂ. അപ്പോൾ ഈ സ്കോളിയോസിസിനെ കുറിച്ച് അവയർനെസ് ഇല്ല ആൾക്കാരിൽ. സ്കോളിയോസിസ് എന്താണെന്നറിയത്തില്ല. അപ്പോൾ നമ്മളെ കാണുമ്പോൾ, ഇപ്പോൾ എന്നെ കാണുന്ന നിങ്ങൾക്ക് എനിക്ക് ഒരു അസുഖം ഉണ്ടെന്ന് തോന്നുന്നില്ല, പക്ഷേ ഐ എം സ്ട്രഗ്ലിങ് വിത്ത് സ്കോളിയോസിസ്. ഈ പെയിൻ ഉണ്ടാവും നമുക്ക്. ഞാൻ എൻ്റെ പല വീഡിയോസും ചെയ്യുന്നത് പെയിൻ കില്ലേഴ്സ് എടുത്തിട്ടാണ്. അപ്പോൾ ഈ ചില സാഹചര്യങ്ങൾ നമ്മൾ രക്ഷപ്പെട്ടു വന്ന വഴികൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റും. ഇന്ന് രാവിലെ ഞാൻ നേരിട്ടൊരു പ്രശ്നം പറയാം. ഞാൻ മെഡിക്കൽ കോളേജ് വരെ പോയി. അപ്പോൾ 2 പേര് വളരെ വിഷമിച്ചൊരു വഴിയിലിരിക്കുന്ന കണ്ടു. ഒരു ഹസ്ബൻഡ് വൈഫാണ്. അപ്പോൾ ഞാൻ അവരോട് എന്താണെന്ന് ചോദിച്ചു. അവരുടെ അടുത്ത് എനിക്ക് ഇരിക്കേണ്ടി വന്നതുകൊണ്ട് ഞാൻ അങ്ങനെ സംസാരിക്കാറുണ്ട്. അലൗ ടു ടോക്ക് വിത്ത് പീപ്പിൾ. അപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞത്, അതിലൊരാൾ കൂലിപ്പണി ചെയ്താണ് വീട് പുലർത്തുന്നത്. ഇവരുടെ അമ്മ കിടപ്പായി. അപ്പോൾ
ഇവർ അമ്മയെ നോക്കിയിട്ടിരുന്ന് കഴിഞ്ഞാൽ ഇതിൽ രണ്ടുപേരും ഒരാൾ ജോലിക്ക് പോയേ പറ്റുള്ളൂ. എങ്ങനെ വീട്ടിൽ കൊണ്ടുപോയി നോക്കും? അവർക്കൊന്നും അറിയത്തില്ല. ഒരു ടെർമിനലി ഡിസീസാണ്. എൻഡ് ഓഫ് ഒരു 6 months കൂടുതൽ ഉള്ള ലാസ്റ്റ് ജേർണി കംപ്ലീറ്റ് ചെയ്യണം. എങ്ങനെ? അപ്പോൾ അവർ വിചാരിക്കുക എല്ലാവരും കൂടെ അങ്ങ് ആത്മഹത്യ ചെയ്താലോ? അതിൻ്റെ ആവശ്യമുണ്ടോ? ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം നിങ്ങളിപ്പോൾ അകപ്പെട്ടിരിക്കുന്ന പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാമെന്ന്. നിങ്ങളുടെ വീട്ടിൽ കാറ്റും വെളിച്ചവും ഉള്ള ഒരു മുറിയുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ, അങ്ങനെ ഒരു മുറിയുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു മുറിയുണ്ട്. ഞാൻ പറഞ്ഞു അത് പോയി നിങ്ങൾ വൃത്തിയാക്കിയിടും. എന്നിട്ട് തലയും കാലും പൊക്കാൻ പറ്റുന്ന ഒരു കട്ടിൽ, അത് എന്തിനാണെന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഈ ശ്വാസം മുട്ടൽ വരുന്ന സമയത്ത് ഹെഡ് എൻഡും തലഭാഗവും കാൽഭാഗവും പൊക്കി വെക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞത് ആ കട്ടിലിന് ഏകദേശം 13,000 രൂപയോളം വില ഉണ്ടാവുന്നത് എനിക്കും അറിയാം, പക്ഷെ അത് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് അവർ പറഞ്ഞത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ തൊട്ടടുത്തുള്ള പാലിയേറ്റീവ് കെയർ സെൻ്ററിൽ ഈ അമ്മയെ രജിസ്റ്റർ ചെയ്യൂ. അപ്പോൾ അവിടുന്ന് നിങ്ങൾക്ക് കട്ടിൽ കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. 2 problems solved. പിന്നെ അവരെന്നോട് ചോദിച്ചത്, ഇത് എങ്ങനെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് നോക്കും? മൂക്കിനകത്ത് ട്യൂബുണ്ട്, പിന്നെ മൂത്രം പോകാൻ ട്യൂബുണ്ട്, പിന്നെ ഇതൊക്കെ വരുന്ന ഈ ഇടയ്ക്ക് വരുന്നതൊക്കെ ഞങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യും? അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത്, ഇതിന് നിങ്ങൾക്ക് ഒരു നേഴ്സിൻ്റെ, നമ്മുടെ അയൽവക്കത്തെ നേഴ്സുമാരുണ്ടാവും, ഒരു നേഴ്സിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ ഇതെല്ലാം മാനേജ് ചെയ്യാൻ നിങ്ങളെ പഠിപ്പിച്ച് തരുന്ന പാലിയേറ്റീവ് കെയർ സെൻറ്റേഴ്സ് ഉണ്ട്. പാലിയേറ്റീവ് കെയർ സെൻറ്റേഴ്സിൽ കെയർ ഗിവർ ട്രെയിനിങ് ഉണ്ട്. നിങ്ങൾ അവിടെ പോയി 2 ദിവസം ഈ അമ്മയുമായി നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഫീഡ്, മൂക്കിൽ കൂടെ ആഹാരം കൊടുക്കണം, ഈ കത്തീറ്റർ എങ്ങനെ വൃത്തിയായി സൂക്ഷിക്കണം, 2 മണിക്കൂർ ഇടവിട്ട് എന്തിന് തിരിച്ചും മറിച്ചും കിടത്തണം, അത് ബെഡ് സോർ വരാതിരിക്കണം, ബാക്ക് പൊട്ടാതിരിക്കാൻ, മോയ്സ്ചറൈസർ എങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യണം, പൊട്ടാതിരിക്കാൻ എന്ത് ചെയ്യണം, ഇനി മുറിവുകളിൽ പുഴുക്കൾ വന്നാൽ അതിനെന്ത് ചെയ്യണം, ഇതെല്ലാം നിങ്ങളെ അവർ പഠിപ്പിച്ചു തരും. പിന്നെ അവർ പറഞ്ഞ അടുത്തൊരു കാര്യം, ഈ മെഡിസിൻസ്, ഇത്രയും കോസ്റ്റ്ലി ആയ വില കൂടിയ മെഡിസിൻസ് എവിടുന്ന് വാങ്ങും? അപ്പോൾ അവരുടെ മുമ്പിൽ തന്നെ നമ്മുടെ മെഡിക്കൽ കോളേജിൽ അമ്മയും കുഞ്ഞും ഉള്ള ഒരു സ്റ്റാച്യു ഉണ്ടല്ലോ, അതിൻ്റെ ഫ്രണ്ടിൽ മെഡിക്കൽ ഷോപ്പുണ്ട് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ. അവിടെ എൻ്റെ ഒരു അനുഭവം അനുസരിച്ച് മെഡിസിൻസ് പകുതിയിലും വില കുറവിൽ കിട്ടും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ 37-38 രൂപ കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങുന്ന സർജിക്കൽ പാഡ്, അതായത് ഡ്രസ്സിങ്ങിന് ഉപയോഗിക്കുന്ന പാഡുകൾ അവിടെ 15 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തു, നിങ്ങൾക്ക് ആ ഡ്രസ്സിങ്ങിനുള്ള സാധനങ്ങൾ അവിടെ നിന്ന് കിട്ടും, അവിടെ നിന്ന് വിലക്കുറവിൽ വാങ്ങാം. എന്നിട്ട് ഞാൻ എൻ്റെ നമ്പറും കൊടുത്തു. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വീട്ടിലുണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം, എനിക്ക് മൊബൈൽ ഫോൺ വഴി നിങ്ങളെ കണ്ട് സംസാരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ പറ്റുന്നവരെ എനിക്ക് കണക്ട് ചെയ്ത് തരാൻ പറ്റും. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ ജോലിക്ക് പോകും. അടുത്ത ആളോട് സംസാരിച്ചപ്പോൾ അയാളുടെ ഭാര്യയാണ്, അവർക്ക് BP ഷുഗറും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളെയും അടുത്ത പാലിയേറ്റീവ് കെയർ സെൻറ്ററിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള മരുന്നും തരും. അപ്പോൾ എന്താ പറയുന്നത്, നമ്മളിലൂടെ അവർക്ക് ഇത്രയും ഇൻഫർമേഷൻ കിട്ടി. ഇങ്ങനെ പല പ്രശ്നങ്ങളും നമുക്ക് സോൾവ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ ഇപ്പോൾ എല്ലാവരും എന്നോട് പറയാറുണ്ട്, നമ്മൾക്കൊരു ബേസ് ഇല്ല, നമ്മളൊരു നല്ല സ്റ്റാൻഡേർഡിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ നമുക്കൊരു സഹായം ചെയ്യാൻ പറ്റുമെന്ന് ഒരുപാട് പേരെന്നെ ഉപദേശിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ ഒരു പാഷനാണ്, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഒരാളെ ഒരു ദിവസം സഹായിക്കുക എന്ന് പറയുന്നത്. അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് പറ്റാറില്ല. ബിക്കോസ് ഫിനാൻഷ്യലി ഭയങ്കരമായി സ്ട്രഗിൾ ചെയ്യുവാണ് ഞാൻ. ഒരു എന്താ പറയുന്നത്, അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരാൾക്ക്, പക്ഷേ എനിക്ക് ഇപ്പോൾ പറഞ്ഞില്ലേ എവിടെ മരുന്ന് വില കുറച്ച് കിട്ടുന്നത്, ഒരു ഫീഡ് കൊടുക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇത് പ്രഷർ സോർ വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഈ പ്രഷർ സോർ എന്ന് പറയുന്നത്, നമ്മൾ ഒരു കിടപ്പ് രോഗി കുറേ സമയം അനങ്ങാതെ കിടന്നു കഴിയുമ്പോൾ പുറം പൊട്ടും. അതിനാണ് ഈ പ്രഷർ സോർ എന്ന് പറയുന്നത്. ഇത് വരാതിരിക്കാൻ 2 മണിക്കൂർ ഇടവിട്ട് അവരെ തിരിച്ചും മറിച്ചും കിടത്തി അവരുടെ ആ പ്രൊമിനൻസുകളിൽ പ്രഷർ സോർ ഡെവലപ്പ് ചെയ്യാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളിൽ പില്ലോസ് വെക്കുക എന്നാണ്. അതിനെക്കുറിച്ചൊക്കെ ഓരോ വീഡിയോസും പിന്നെ പ്രത്യേകം തയ്യാറാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ കയ്യിലുള്ളത് ഒരു ചെറിയ വില കുറഞ്ഞൊരു ഫോണാണ്. അപ്പം ഈ ഫോണിൽ നിന്നാണ് ഞാൻ എല്ലാം ചെയ്യുന്നത്. എഡിറ്റിങ്ങും കാര്യങ്ങളും ഒന്നും എനിക്ക് അവെയർനെസ് ഇല്ല. പക്ഷേ എൻ്റെ ചെറിയ അറിവിൽ നിന്ന്
എന്നെക്കൊണ്ട് ഇതുവഴി ബാക്കിയുള്ളവരെ എങ്ങനെ സഹായിക്കും. ഈ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നതിനകത്തൊരു സെൽഫിഷ്നെസ്സും ഉണ്ട്. ഞാൻ പണ്ടും ഇതിനെപ്പറ്റി വീഡിയോസ് തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കുക, ഞാൻ ഒരു 10-15 വർഷമായിട്ട് ഈ 78 വയസ്സായ അച്ഛനും ഇപ്പോൾ 14 വയസ്സായ കുട്ടിയും, ഇവർ രണ്ടുപേരും ആണ് എൻ്റെ സപ്പോർട്ടേഴ്സ്. ഡിപ്പെൻഡൻസ് ആവേണ്ടവരാണ് അവർ, പക്ഷേ ദേ ആർ ഗ്രേറ്റ് സപ്പോർട്ടേഴ്സ്. ഇവരുടെ മാത്രം സപ്പോർട്ടോടുകൂടെ ഈ അസുഖങ്ങളുമായി, പ്രത്യേകിച്ച് ഈ അസുഖങ്ങൾ നിമിത്തം നമ്മൾ ഒരാളെ കൺവിൻസ് ചെയ്യാൻ പറ്റിയാൽ, എനിക്ക് പ്രശ്നം, ഐ എം സ്കിൽഡ് പേഴ്സൺ, എനിക്കൊരു കത്തഡ്രൈസ് ചെയ്യാൻ പറ്റും, ഒരു റൈൽസ് ട്യൂബ് ഇടാൻ പറ്റും, ഒരു പേഷ്യൻറ്റിനെ വളരെ നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അതിനിടയിൽ കൂടെ ഞാൻ പറഞ്ഞോട്ടെ, ഈ ഡയബറ്റിക് അൾസേഴ്സ് അതിൻ്റെ എൻ്റെ ഒരു സ്കിൽഡ് പേഴ്സണാണ് ഞാൻ. ഐ എം പ്രൗഡ് ടു സേ ദാറ്റ് ഏകദേശം ഒരു പരിസരത്തുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ 1.25 ലക്ഷം രൂപ ഒരു പ്ലാസ്റ്റിക് സർജറിക്ക് പറഞ്ഞതാണ്. ഒരു വൂണ്ട് ഫ്രം നീ ടു കാൽമുട്ട് തൊട്ട് താഴേക്ക് ഒരു വൂണ്ടുണ്ട്, നല്ല ഡെപ്തിലുള്ളൊരു വൂണ്ടാണ്. അപ്പോൾ അത് പ്ലാസ്റ്റിക് സർജറി സജസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഇവരുടെ കയ്യിൽ കാശില്ല. അപ്പോൾ ഇവരങ്ങനെ തന്നെ കിടക്കാൻ തീരുമാനിച്ചു, ഒന്നും ചെയ്യേണ്ട ആവട്ടെ. ആ നിമിഷത്തിലാണ് അവരും ആത്മഹത്യയുടെ വക്കിലാണ്, വേറെ വഴിയില്ല. ആ നിമിഷത്തിലാണ് അവരെന്നെ പരിചയപ്പെടുന്നത്. ആൻഡ് ഇറ്റ്സ് ഗോഡ്സ് ഗ്രേസ്. ദൈവം എനിക്ക് തന്ന ആ അറിവ്, അതുപയോഗിച്ച് ഞാൻ ആ ഡ്രസ്സിങ് ചെയ്തു. 1 മാസം കൊണ്ട് ദൈവം, ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് പ്രാർത്ഥന. നിങ്ങൾ മനസ്സോടെ പ്രാർത്ഥിച്ചാൽ, എനിക്കിപ്പോൾ പ്രശ്നമില്ലെന്നല്ല, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് പേരുടെ മുമ്പിൽ ഞാനൊരു കടം മേടിച്ച് തിരിച്ചു കൊടുക്കാൻ പറ്റാതെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ അവരെല്ലാം എന്നോട് നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്തു പോകുന്നുണ്ട്. എൻ്റെ നാട്ടുകാർ, അവരാണ് എന്നെ നാട്ടിലുള്ള കുറച്ച് വ്യക്തികളാണ് എന്നെ സഹായിച്ചത്. അപ്പോൾ അവരെല്ലാം എന്നോട് നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാൻ ഏറ്റവും അത്യാവശ്യമായ ഒരു ഘടകമാണ് പ്രാർത്ഥന. അതിന് വലിയ പങ്കുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ച് പലതും നേടാൻ നമുക്ക് പറ്റും. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, നീ പ്രാർത്ഥിച്ച് എന്തു നേടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്, ഈ തനിച്ചാണ് ഞാൻ. ആരോ 1-2 വ്യക്തികൾ മനസ്സറിഞ്ഞ് ചെയ്യുന്ന സഹായം മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ. അപ്പോൾ എണീറ്റ് നേരെ നിൽക്കാൻ ചില സമയങ്ങളിൽ എനിക്ക് പറ്റാറില്ല. കാരണം നട്ടെല്ലൊരു സൈഡിലോട്ട് മാറിപ്പോയി, വളഞ്ഞൊടിയാറായി. പക്ഷെ ഞാൻ ചെറിയ ഡാൻസ് സ്റ്റെപ്സ് വെക്കാറുണ്ട്. തൊണ്ടയിൽ തൈറോയ്ഡ് സർജറി ചെയ്ത മാർക്കിങ്സ് ഉണ്ട്. ചില സമയങ്ങളിൽ പെയിനുണ്ട്, ഫോളോ അപ്പിലാണ്. ഞാൻ പാടാറുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ്, ഒരു പാഷനാണ്, എൻഡ് ഓഫ് ലൈഫിൽ അവസാന നിമിഷങ്ങളിലേക്ക് അടുക്കുന്ന മനുഷ്യരുടെ ശുശ്രൂഷ. അത് നമുക്ക് ഒരുപാട് അനുഗ്രഹം തരും. അവർ തരുന്ന അനുഗ്രഹം നമുക്ക് ഒരുപാടുണ്ടാകും. അത് ഞാൻ ചിലപ്പോൾ എനിക്ക് അവരുടെ ഇപ്പോഴത്തെ കട്ടിലേക്ക് കിടക്കേണ്ടി വരും ചില നിമിഷങ്ങളിൽ. എന്നാലും ഒരുപാട് പേർക്ക് നല്ലൊരു യാത്രയയപ്പ് കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? ഈ ഒടിഞ്ഞ നട്ടെല്ലും ക്യാൻസറും, എൻ്റെ ഷുഗർ ലെവൽ ഇപ്പോൾ 400 ആണ്, സ്ട്രെസ്സും ഉണ്ട്. ഇതൊക്കെ എനിക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? പ്രാർത്ഥന, അതിനൊരു നല്ല പവറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും എനിക്ക് ആത്മഹത്യ അങ്ങനെ തോന്നുന്ന നിമിഷം നിങ്ങൾക്ക് വിളിക്കാം, നിങ്ങൾക്ക് എന്നെ അപ്രോച്ച് ചെയ്യാം. എന്നെക്കൊണ്ടാകുന്ന കാര്യങ്ങൾ, ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഇൻറ്റൻഷനോട് കൂടിയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഞാൻ തന്നെ സൂയിസൈഡ് ചെയ്യേണ്ടി വരുമോ? ദാറ്റ് ഈസ് നോട്ട് ഗുഡ്. ഐ ഡോണ്ട് വോണ്ട് ടു ഡു ദാറ്റ്. അപ്പോൾ ഞാൻ ഇതിന് വ്യതിചലിച്ചു. എനിക്ക് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള വഴിയായി ഞാൻ ഇതിനെ കണ്ടെടുത്തു. പക്ഷേ എനിക്കങ്ങനെ ഇൻകം ഒന്നും ഉണ്ടായിട്ടില്ല. അതിന് നിങ്ങൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ നന്നായിരിക്കും. ഓക്കെ, തുടർ വീഡിയോസുമായി വീണ്ടും കാണാം. ബൈ.